ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, സമയം ഏതാണ്ട് 9 മണി. 9 ആയില്ലേ? 8 മണി ആയിട്ടുണ്ട്. ഊഹുവിന് ശേഷം ഞാൻ ഉണ്ടാക്കുന്ന സുഹൃത്തുക്കളെ KFC ബ്രോസ്റ്റഡ്. അതെ, ഞാൻ ഉണ്ടാക്കുന്നു ഫ്രൈഡ് ചിക്കൻ. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പണ്ട് ഓർമ്മയുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് ഞാൻ അവരോട് ഉണ്ടാക്കി, അന്ന് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അല്ല, സീരിയസ് ആയിട്ടടി, സൂപ്പർ സാധനം. നീ കഴിച്ചാ നീ എണീക്കത്തില്ല, അങ്ങനത്തെ സാധനമോ. അതെന്ന് വെച്ചാ ഇല്ല, പക്ഷെ അന്ന് വെച്ച സൂപ്പർ ആയിരുന്നു. പക്ഷെ അന്ന് വ്ളോഗ് എടുത്തു വന്ന് ഓർമ്മയില്ല, വ്ളോഗ് എടുത്തോ ഇല്ലേ, എന്തോ എടുത്തായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഉണ്ടാക്കിയത് ഭയങ്കര സൂപ്പർ ആയിരുന്നു. പക്ഷെ പിന്നീട് ഉണ്ടാക്കിയപ്പോ അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. ലുക്ക് കാണിച്ചില്ലല്ലോ, ലുക്ക് കാണിച്ചില്ലല്ലേ. പിടിക്കും എന്തോ ഇട്ടിട്ടും കാര്യമില്ല, എനിക്ക് സോനാവെൽറ്റ് ഉണ്ട്, അതുകൊണ്ട് എന്തോ ഇട്ടാലും കണക്കാ. അവിടെ കുടിച്ച് കുത്തുന്നേ അല്ല, ഊരി പോവും. എനിക്ക് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഹെൽപ്പ് അല്ല, എനിക്ക് സഹായം വേണ്ട, ഞാൻ ചെയ്തോളാം. എന്തായാലും അരിയണമെങ്കിൽ 2 കയ്യിൽ ഞാൻ അരിഞ്ഞു തരാം. ആ, ഈ ചിക്കൻ അരിഞ്ഞു തന്നാ മതി, ബാക്കി ചേരുവയൊക്കെ ഞാൻ അത് ചെയ്തോ. ഇത് റോസ്റ്റഡ് ഇല്ല എല്ലാവർക്കും കേട്ടോ, വെടിക്കെട്ട് സാധന. അത് പൂഫ് പോലെ ഉണ്ടാക്കിയില്ല നമുക്ക്. പൂഫാണോ ഇഷ്ടം? പൂഫിന്റെ കൂടെ ഇത് വാ, കേറി വാ, ഇതൊക്കെ അല്ലേ ഒരു രസം. സവാള അരിയല്ലേ? സവാള ബ്രോസ്റ്റിന് സവാള അരി ഉണ്ടെങ്കിൽ അവൾ അരിയാന്നുള്ള ഇതില് ചോദിച്ചതാ. ഓ, അങ്ങനെ. ബ്രോസ്റ്റഡ് കറി. നമ്മള് ഒരു ഫുൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ, അതുകൊണ്ട് ചെല്ലെല്ലാം അടച്ച്. എത്ര പീസ് കഴിക്കുമായിരിക്കും നീ? നീ ഒറ്റ പീസിൽ നീ വീഴും കേട്ടോ. പിന്നെ നല്ലതായിരിക്കുന്നു. അച്ഛനോട് ചോദിച്ചു നോക്ക്, അച്ഛൻ 4 ദിവസം കക്കൂന്ന് ഇറങ്ങാൻ. ഇല്ല ചേ, എടി ഞാൻ ഉണ്ടാക്കുന്നൊക്കെ വെറൈറ്റിയാ. ഞാൻ അങ്ങനെ ചെറിയ ചെറിയ സംഭവം ഞാൻ ഉണ്ടാക്കത്തില്ല. പക്ഷെ സ്കിന്നുള്ള ചിക്കൻ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല കേട്ടോ. നമുക്ക് സ്കിന്നുള്ള ചിക്കൻ കിട്ടിയില്ല. എന്താ ചുമ്മാ 2 കോമഡിയൊക്കെ പറ. 2 തമാശ ഇല്ലേ? നീ ഇരുന്നാലേ വിറ്റാ. ഓക്കെ, പാട്ടുണ്ടോ? എന്തേ പാട്ടൊന്നുമില്ലേ? ഓക്കെ, നമുക്ക് ഈ ചിക്കൻ ഇനി കുത്തിയെടുക്കാം കേട്ടോ. ഒന്നുകൂടെ, അയ്യോ, അത് ഒന്ന് പിടിച്ചു അതിന്റെ അറ്റത്ത്. അങ്ങനെ എടുക്കണ്ടല്ലേ? ഇത് മസാല പിടിക്കാൻ, മസാല ഇങ്ങനെ പിടിക്കണം അതിനകത്തോട്ട്. കണ്ടു പഠിച്ച എന്റെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങണം ഈ ഓട്ടെ കൂടെ. എന്റെ കൈ കുത്തല്ലേ? എനിക്ക് എന്നെ ചെയ്യണമെന്നൊരു ആഗ്രഹം കേട്ടോ. അതുപോലെ ബ്രോസ്റ്റഡ് ഉണ്ടാക്കി എനിക്ക് അറിയാവുന്ന ഒന്നുകൂടെ. നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. ഇതില് ഞാൻ എക്സ്പേർട്ടാ. എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്ന കുറെ ഐറ്റംസ് ഉണ്ട്. ബിരിയാണി, ബ്രോസ്റ്റഡ്, പിസ്സ. അമ്മക്ക് വെക്കാൻ അറിയത്തില്ലേ? എന്റെ സ്പെഷ്യല് കുത്തിയത് മാറ്റിയിടണേ, അതിനകത്തിടല്ലേ? അറിയാവോ? ശരി, അങ്ങോട്ടൊക്കെ മാറ്റി കുത്തിയാ മതി. പൊറോട്ട 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 അയ്യോ, പൊറോട്ട രാജൻ. ലെഗ് പീസ് 2 എനിക്കാണ് കേട്ടോ. നിനക്ക് എന്തൊരു കുക്ക് ഉണ്ടാക്കാൻ അറിയാം? ഒരെണ്ണം അല്ലൂരില്ല, 2 എണ്ണം അണ്ണന്. KFC കഴിച്ചിട്ടുണ്ടോ? KFC-യേക്കാൾ വെല്ലുന്ന ഒരു ഐറ്റം ഇത്. KFC കൊച്ചു. പിടിച്ചോ. ഒരു ഷോട്ട് പോലും മിസ്സാവില്ല കേട്ടോ, എല്ലാം വിലപ്പെട്ടതാ. അല്ല, അതല്ല, കള്ള നാരങ്ങ ആണോ? നാരങ്ങ എടുത്തിട്ട് നാരങ്ങ വിനാഗിരി. അസിസ്റ്റന്റ് എന്തിനാണ് നിൽക്കുന്നത്? ഓപ്പൺ. നമുക്ക് ഇതിനകത്തോട്ട് ഇടാൻ കേട്ടോ, കാരണം ഇതിനകത്ത് സ്ഥലമില്ല. ടേക്ക് ഇറ്റ്. കുറച്ച് വിനാഗിരി കേട്ടോ. നാരങ്ങ അത് കുഴപ്പമില്ല, നീര് കുറവാണ് കേട്ടോ, അത്ര അതെ, കുഴപ്പമില്ല. ഇത് ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ. ഉപ്പ്, സത്യത്തിൽ ഉപ്പ് പൊടിയാണ് കേട്ടോ, വേണ്ട. കുറച്ച് ഉപ്പ് കേട്ടോ. ഇല്ല, മറ്റേ ഇത് ഒരിഗാണ്ടർ പൗഡർ ഉണ്ട് അതിനകത്ത്, കുറച്ചിങ്ങനെ കേട്ടോ, ഭയങ്കര ഫ്ലേവർ. ഇനി മല്ലിപ്പൊടിയാ? മല്ലിപ്പൊടിയാണോ? ഇത് വെറൈറ്റിയാ, ഇത് സ്പൈസി ഫ്രൈഡ് ചിക്കനാ. ടാങ്കി വെള്ളമൊക്കെ അടിച്ചിട്ടായിരുന്നു. ടാങ്കി വെള്ളമൊക്കെ ഉണ്ട്, അതിനൊരളവുണ്ട് കേട്ടോ. ഇത്ര മല്ലിപ്പൊടി കേട്ടോ. ഓക്കെ, ഇത്രയും മുളക് പൊടി. ഇനി പെപ്പർ, കുരുമുളക്. കൂന്ന് എഴുതിയിട്ടുണ്ടോ ചേ അതിനകത്ത്? മായ. അത് ഇത് മസാല. ഇതിന് പേരില്ല. ഓ, ഞാൻ ടിന്നൊക്കെ തേച്ച് കഴിയുമ്പോ പൂ മാഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇത് ഊവാ. ഇത് ജീരകം. അതാ പൂ മാഞ്ഞു പോയായിരുന്നു. ഞാൻ ടിന്നൊക്കെ തേച്ച് കഴിയേ. കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ.
ശ്രീത് ചോദിച്ചു ഇതെന്തുരാമി, ഞാൻ പറഞ്ഞ മാ നീ കൂവൊക്കെ. നീ ഇളക്കാവേ ഇത്? മിക്സി ആള് വേണോ? വേണ്ട വേണ്ട, എന്റെ ഒരു കയ്യിലാണ് ഉണ്ടാക്കണം എല്ലാവർക്കും കേട്ടോ, അതുകൊണ്ട് സ്വാദ് കൂടും. അനു അനു എന്തേ? അനുവിന് ഇതൊക്കെ ഇഷ്ടോ. അനു വന്നപ്പോ നമ്മള് ഇന്നാളെന്തരായിരുന്നു വെച്ചാൽ അവില് അവക്കങ്ങ് പരാതിയാ, അവള് വരുമ്പോ നമ്മളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ലെന്ന്. അതുകൊണ്ട് ഈ പ്രാവശ്യം മേല പറയരുത്. ഈ പ്രാവശ്യം പരീക്ഷ കഴിഞ്ഞ് നേരെ അനുവിന് വരുന്നു. അല്ല കഴിച്ചില്ലേ? എക്സാം കഴിഞ്ഞില്ലേ? സേഫാ. ഇളക്കണോടാ? വേണ്ട. നോട്ട് ഉപ്പുണ്ടോ? കുറച്ച് ഉപ്പ് വേണോ? മഞ്ഞപ്പൊടി ഇടൂലേ? ഇല്ല, ഇവര് എന്നെ കൺഫ്യൂഷൻ ആക്കുന്ന കേട്ടോ. ഇല്ല, മഞ്ഞപ്പൊടി ഇടൂല. കൊതിയൊന്നും വരുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ. നിങ്ങൾ ഉപ്പ് പൊടി മേടിച്ച് വെക്കാത്തത്? ഉപ്പ് വേണമെങ്കിൽ ഇപ്പൊ പൊടിച്ചേരാം മിക്സിക്കകത്തോട്ട്. നോക്കിച്ചാ, എന്റെ ഇടത്തേക്ക് ഇത്ര ഡിമാൻഡാ. നോക്കടി. പൊടി ഉണ്ടാക്കാം, മുക്കയിടാൻ പൊടി. പൊടി ഉണ്ടാക്കണോ? ഇതിന്റെ മിക്സ് ഇല്ലേ, അത് ഉണ്ടാക്കണം. അതിന് എന്തൊക്കെ വേണ്ടേ? മൈദ ആദ്യം. മൈദ 1 കപ്പ്. മൈദ കൂടുതലും കോൺഫ്ലവർ കുറവും, അങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം. ഇത് മൈദയാണ് കേട്ടോ, മൈദ. ഓക്കെ, മൈദ. ഇനി കോൺഫ്ലവർ. രണ്ടും വെള്ള കളറാണോ? ഒറിഗാനോ ഇടാം നമുക്ക്. ഇതൊക്കെ ഒരു കണക്കിനാണ് കേട്ടോ. ഇച്ചിരി ഉപ്പ് കേട്ടോ, 2 പൊടി ഉപ്പൊക്കെ ആവശ്യത്തിനാണ്. ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും ഇടാം. ഇത് 2 ഇടണം, പക്ഷേ ഗാർലിക് പൗഡർ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഗാർലിക് അരച്ചത് അതിനകത്ത് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി മിക്സിങ്. നമ്മളൊരു നായ്ക്കുട്ടി മേടിച്ചു. ഇപ്പം നമ്മളാണോ നായി, അവനാണോ നായി? എനിക്കൊരു സംശയമുണ്ട്. അവൻ ഇവിടുത്തെ വേറെ എന്തോ ഒരു വലിയ സംഭവം എന്നൊരു വിചാരം. എല്ലാവർക്കും പേടിയാ ഇവിടെ. അച്ഛൻ അവൻ വരുമ്പോഴേ അച്ഛൻ കയ്യിലേക്ക് അവന്റെ അടുത്ത് ബഹുമാനമാണ്. ബഹുമാനം കണ്ടാണോ അത്? ഇല്ല, അവൻ എന്തെങ്കിലും അടിച്ചോണ്ട് പോയാ. ഇനി നമുക്ക് ചിക്കനകത്തിട്ട് ഉരുട്ടിയിട്ട് പൊരിക്കാം. കുറച്ച് മൈദ ഇടാൻ കേട്ടോ ഇതിന്റെ മണ്ടേ കൂടെ. കുറച്ച് മൈദ, ലേശം. ഇതെന്തിനാ ഇടുന്നതെന്ന് വെച്ചാ ഇത് ഇടണം ഇങ്ങനെ. നമ്മളെല്ലാരും കൊച്ചു ഉണ്ടാക്കുന്ന ഇങ്ങനെ നോക്കി നിൽക്കുമല്ലേ. നിങ്ങള് കക്കൂസി പോകുമ്പോഴും ഞാൻ ഇതുപോലെ നോക്കിക്കാം. നിനക്കും പോട്ടെ കക്കൂസി, നമ്മൾ നോക്കിയിരുന്ന. കുറച്ചേരം റെസ്റ്റ് ചെയ്യണം, എന്നാലേ ഇതിന്റെ അകത്തോട്ട് ഇത് പിടിക്കത്തുള്ളൂ. അപ്പൊ നമ്മള് മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1 മണിക്കൂർ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. എന്നിട്ട് നമുക്കെടുത്ത് പൊരിക്കാം. ഓക്കെ, എല്ലാം ഒഴിക്കാം. മൊത്തം ഒഴിച്ചോ. ഇത് മുങ്ങി കിടക്കണം അതിനകത്ത്. എന്തിനാ? കൊല്ലത്ത് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല. ഓ, ഇടാൻ കേട്ടോ. ഓ, പത വരുന്നത് കോമള കൊള്ളല്ലേ? പോകേണ്ടൊരാളും കൂട്ടിനില്ലാതെ, കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ട ദൂരൊരാളും കാത്ത്, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്. ഇന്നലെ ഞങ്ങൾ വോയിസ് ഓവർ ചെയ്യട്ടോ, അവരുടെ പേര് 12 മണിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഇവള് പറഞ്ഞ് വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ എനിക്ക് അപ്പച്ചിയും കൂടെ പോകണത് ഇരിക്കാൻ. അപ്പച്ചി ഇച്ചിരി കഴിഞ്ഞപ്പോഴേ കിടന്നിട്ട് പ്രോഡക്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇത് നല്ല ഗ്ലോയിങ് ആണ്, ഹൈഡ്രേറ്റ് ആണെന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ സൈഡിൽ ഇത് വലിയ ഗ്ലോ, നല്ല ഇതിട്ട നല്ല ഗ്ലോ ഇട്ട് ഇതില് SPF 15 ആണ്. ഞാനവിടെ നല്ല ഉറങ്ങി പാറു വലിച്ച്. അയ്യോ, ഇത് ആരാ പറയുന്നത്? അളിയ ഹോസ്പിറ്റലിൽ എടുത്ത് എനിക്ക് ഉറങ്ങാൻ. ഞാൻ സർജറിക്ക് പോയ തലേ ദിവസം അത് ഒരാളാണോ 2 പേര്? ഒരാള് ഞാൻ ഉള്ളാരും പറഞ്ഞ. എന്തായാലും എന്റെ അപ്പുറം ഉണ്ടായിരുന്നല്ലേ പാറ് വലിച്ചാലും. പിന്നെ പിറ്റേ ദിവസം ഒന്നും എനിക്ക് ബോധമില്ലായിരുന്നു. ഓക്കെ കഴിഞ്ഞ കേട്ടോ, ഇതും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. ഹേ ഗൈസ്, അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നോക്കോ, നമ്മൾ ആദ്യം ഇട്ട പീസാണ് കേട്ടോ ഈ ഒരു ലെഗ് പീസ്. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഷേപ്പായിട്ട് വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് മുക്കിയിട്ട് കുറച്ച് നേരം ഡിലേ ആയിപ്പോയി, കറണ്ട് പോയല്ലോ. അതുകൊണ്ട് അത് വേറൊരു ടെക്സ്ചർ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല,
ടേസ്റ്റ് ചെയ്ത് നോക്ക്, കഴിക്കോ? കഴിക്കാം. അത് എടുക്കും അങ്ങോട്ട്, മടിച്ച് നിൽക്കാതെ എടുക്ക്. ടേസ്റ്റ് ചെയ്യൂ. ഹാപ്പി നോക്ക് നോക്ക്. ചെറിയ പീസാണ് ടേസ്റ്റ്. ഉം. അത് നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. സത്യസന്ധമായിട്ട് പറയാൻ സൂപ്പർ ആയിരുന്നു. ഹലോ ഹാപ്പി എങ്ങനെ ഉണ്ട് പോനോ? എങ്ങനെയുണ്ട്? അടിപൊളി. കൊള്ളാല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാം. ഹാപ്പിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഹാപ്പിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് തരൂ. കുക്കായി. ടൊമാറ്റോ അടിപൊളി സാധനം കേട്ടോ, ഇഷ്ടപ്പെട്ടു.